ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ഒരു എഗ് റോസ്റ്റ് ആണ്. ഒരു ദാബ സ്റ്റൈലും കേരള സ്റ്റൈലും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്യൂഷന്. അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്ന് നമുക്ക് ഫസ്റ്റിലെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാലകളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് മല്ലിപ്പൊടി, പിന്നെന്താ ചിക്കൻ മസാല, കാശ്മീരി ചില്ലി, ടർമറിക് പൗഡർ. പിന്നെ ആണെങ്കിൽ ഒരു 3 ഒണിയൻ ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ പ്യൂരിയാണ്, അതൊരു 3 ടൊമാറ്റോ ആണ്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കൊറിയാൻഡർ ലീഫ്, പിന്നെ 3-4 എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ സ്പൈസസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പം അത് ആദ്യം തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി സ്പൈസസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ജീരകം, പെരുംജീരകം, പിന്നെന്താ ഗ്രാമ്പൂ, പട്ട, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നോട്ടെ. അപ്പോൾ ആ സമയം തന്നെ നമുക്ക് അപ്പുറത്തെ ഒരു സ്റ്റൗവിലേക്കൂടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും ഒന്ന് നമുക്ക് എടുത്ത് റെഡിയാക്കി വെക്കാം, കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോർമലി ഉള്ള നമ്മുടെ എഗ്ഗ് മസാലയൊക്കെ നമ്മൾ കേരള സ്റ്റൈലിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ എഗ്ഗൊന്നും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്നും അല്ല കുക്ക് ചെയ്യുന്നത്. ഇത് നോർത്ത് സൈഡിലൊക്കെ ഇങ്ങനെയാണ് അവർ കുക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടെ നമുക്കങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരുവിധം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്തിരുന്ന ഒണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒണിയൻ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്യാം. ഇത് അപ്പത്തിനോടൊപ്പം ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനോടുള്ള ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ബട്ടറിലോ അങ്ങനെ ഗീലോ ഒക്കെ ചെയ്തെടുക്കാം. അപ്പം കുറച്ച് കാലറിയൊക്കെ കൂടും, കുറച്ച് അൺഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നോർമൽ ഓയിലിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ് ടേസ്റ്റിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന കാശ്മീരി ചില്ലി പൗഡറും അതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. ഇത് രണ്ടിനും കൂടാണ് നമ്മളത് എടുത്തു വെച്ചിരുന്നത്, കുറച്ച് കൂടുതലായിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ടർമറിക് പൗഡറും നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അതവിടെ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോഴത്തേക്കിന് നമുക്കിപ്പുറത്ത് എല്ലാം ഒന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അപ്പം നമ്മുടെ ഒണിയൻ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മിനിറ്റ്സ് കൂടെ ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാവരും കിടന്ന് നല്ല തുമ്മൽ തുമ്മും. നന്നായിട്ട് മൂത്ത് കിടക്കുന്ന ചൂടായിട്ട് കിടക്കുന്ന പാനിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. അപ്പം മസാലകളൊക്കെ ഇട്ടു. അതിൻ്റെ ഒരു ഒന്ന് മസാലകളൊക്കെ ഒന്ന് കുക്കാവുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കുന്നത്. ഇപ്പം നോർമലി നമ്മൾ എഗ് റോസ്റ്റൊക്കെ റെഡിയാക്കുമ്പോഴത്തേനും ടൊമാറ്റോ അതുപോലെ തന്നെ മുറിച്ചിട്ടാണ് നമ്മൾ മുട്ടക്കറികളൊക്കെ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഇതൊന്ന് അരച്ചൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇതിന്. ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവട്ടെ. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്യാനായിട്ട്. അതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം, 1 ഗ്ലാസ്സോളം ഏകദേശം. അപ്പം നമ്മൾ എഗ് റോസ്റ്റ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ കൂടുതൽ ഗ്രേവിയുടെ ആവശ്യമില്ല. ഒരു മീഡിയം പരുവത്തിൽ നന്നായിട്ടൊന്ന് ഇതായിട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പം നന്നായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായിട്ടൊരു തിളയൊക്കെ വന്നു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീഫ് കൂടെ ഇട്ട് കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കോക്കനട്ട് മിൽക്കോ കാഷ്യൂ മിൽക്ക് അരച്ചിട്ടോ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് എഗ് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ എഗ്ഗ് കൂടെ ഇതിനകത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്തു.
അതും ഇനി ഒന്നൊരു 5 മിനിറ്റ്സ് ഒന്ന് കുക്കായി കിട്ടട്ടെ. അപ്പോൾ നല്ലതായിട്ട് മസാലയൊക്കെ എഗ്ഗിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് വരും. കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇത്. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. എല്ലാവർക്കും അറിയാം, എല്ലാവരും ഡെയിലി വെക്കുന്നതാണത്. ഞാനിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി എല്ലാം ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്തത് ചപ്പാത്തി റെഡിയാക്കാം. അയ്യോ, ചപ്പാത്തി റെഡിയാക്കുന്നൊന്നും കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ജസ്റ്റ് ചുട്ടെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഇപ്പോൾ ഡിന്നർ റെഡിയാക്കുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് വീഡിയോ എടുത്ത് വെക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ചപ്പാത്തിയും കൂടെ റെഡിയാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒക്കെ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ നിങ്ങൾ കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും എഴുതണം. എങ്കിൽ മാത്രമല്ലേ നല്ല നല്ല വീഡിയോസുമായിട്ട് എനിക്കിനിയും വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അറിയണ്ടേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ചെയ്യുന്നതെന്ന്. വാവ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പം ഇനി ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരത്തേക്കും വണക്കം.